ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ചിക്കൻ മോമോസ്. ഈ ഒരു ചിക്കൻ മോമോസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ചട്നിയുടെ റെസിപ്പി കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസും അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മോമോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാവിന് പകരം ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ മൈദ മാവിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ മാവിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഓയിൽ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുക്കുക. മാവിൻ്റെ പുറം ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇതൊരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. 2 വിസിലൊക്കെ വരുമ്പോൾ ഇതൊരു പാകത്തിന് വെന്ത് കിട്ടും. ഇപ്പോൾ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം ഇതിലെ എല്ലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു ചോപ്പറിലിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മോമോസിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ പൊടിയായി ചോപ്പ് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് കാബേജ് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അധികം എരിവില്ലാത്ത 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചൂടാറിയതിന് ശേഷം എല്ലൊന്നും പെടാതെ ഒരു ചോപ്പറിലിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പോൾ ഉപ്പ് കൂടി പോവാതെ നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോമോസിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ആദ്യം ഈ മാവ് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാവ് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കൂലേ, ആ രീതിയിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ മാവ് കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ പരത്തിയെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വലുതായിട്ട് പരത്തിയെടുത്തിട്ട് ഒരടപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും പരത്തിയെടുക്കാൻ. എല്ലാം ഒരേ വലിപ്പത്തിലാകുമ്പോഴാണ് മോമോസ് കാണാനൊരു ഭംഗിയുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് എത്രയും കനം കുറച്ച് പരത്താൻ പറ്റുന്നുവോ അത്രയും കനം കുറച്ച് പരത്തുക കേട്ടോ. അപ്പോഴാണ് മോമോസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ മാവ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷീറ്റ് നമ്മൾ പരത്തിയെടുത്തിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്താൽ അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പോകും. ഇതുപോലെ ബാക്കിയുള്ള മാവും പരത്തിയെടുക്കുക.
പരത്തിയതിന് ശേഷം മാവ് തുറന്ന് വെക്കരുത് കേട്ടോ, ഒരടപ്പ് കൊണ്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്കിത് വിചാരിച്ച മാതിരി മടക്കിയെടുക്കാൻ പറ്റൂല. ഇപ്പം ഞാനൊരു ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഈ ഷീറ്റിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരിക. എന്നിട്ട് ആ അറ്റം പിടിച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഈ അറ്റം വരെ ഫുള്ളായിട്ടൊന്ന് ഞൊറിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊന്നും ശരിയായിക്കോളണമെന്നില്ല കേട്ടോ. ഒരു 2-3 ചെയ്തെടുക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് റെഡി ആയിക്കോളും. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഈ തിരിച്ചെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് വല്ലാതെ അങ്ങോട്ട് കട്ടിയിലാക്കരുത് കേട്ടോ. കാരണം കട്ടിയിലായാൽ ആ ഭാഗം ഹാർഡായി പോകും. അപ്പോൾ ആ ഭാഗം കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മോമോസ് നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സാധാരണ മോമോസ് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടാറ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതുമല്ല, ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ എല്ലാ മോമോസും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ മോമോസും ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ എല്ലാ മോമോസും ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഷേപ്പാക്കിയതിന് ശേഷം പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ പാത്രത്തിൽ കുറച്ച് പൊടി തൂവിയതിന് ശേഷം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാത്രത്തിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഈ ഒരു തട്ടിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഓരോ മോമോസും ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് നേരത്തെ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇതൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് ഈ മോമോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള ഒരു ചട്നി റെഡിയാക്കി എടുക്കാം. ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അധികം എരിവില്ലാത്ത 5 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം ഇതെല്ലാം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മോമോസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഇഡ്ഡലി ചെമ്പിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ വേവിച്ചെടുക്കുക. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതിലെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിൽ അരച്ചെടുത്തതിന് ശേഷം വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ എനിക്ക് ആവശ്യമായ കറക്റ്റ് തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുന്നൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസും ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള ചട്നിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ മോമോസ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ചട്നിയും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. ഈ ഒരു ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഈ ചിക്കൻ മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മോമോസ് ഈ ഒരു സ്പൈസി സോസ് കൂട്ടി തന്നെ കഴിക്കണം. അപ്പോഴാണ് നമുക്കിത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെയുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ചിക്കൻ മോമോസ് കഴിക്കാനായിട്ട് നിങ്ങൾ ആരും റെസ്റ്റോറൻറ്റിലൊന്നും പോവേണ്ട. നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്